കണ്ണൂർ മാടായിപ്പാറയിൽ വിദ്യാർത്ഥിനിക്ക് നേരെ അതിഥി തൊഴിലാളിയുടെ അതിക്രമം. ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടക്കുകയായിരുന്ന വിദ്യാർത്ഥിനിയെ ആക്രമിച്ചു. പ്രതി ഒഡീഷ സ്വദേശി കിരൺ സിംഗുവിനെ പഴയങ്ങാടി പോലീസ് പിടികൂടി. അർജുൻ കല്യാട് കൂടുതൽ വിവരങ്ങൾ നൽകും. അർജുൻ, ഒന്ന് സ്വസ്ഥമായി വഴി നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണല്ലോ, എന്താണ് സംഭവിച്ചത്? ആര്യ, തീർച്ചയായിട്ടും വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കണ്ണൂരിൽ സംഭവിച്ചിരിക്കുന്നത്. കണ്ണൂർ മാടായിപ്പാറയിലാണ് ഈ സംഭവം. അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച കോളേജിലെ ഓണ പരിപാടി കഴിഞ്ഞതിന് ശേഷം മാടായിപ്പാറയിൽ സുഹൃത്തുക്കളോടൊപ്പം എത്തിയതായിരുന്നു. സുഹൃത്തുക്കൾ എത്താൻ വേണ്ടി അല്പം വൈകിപ്പോയി. ഈ പെൺകുട്ടി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ദൂരം ഈ ഫോൺ ചെയ്ത് നടക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ എത്താറായോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ച് മാടായിപ്പാറയിലൂടെ നടക്കുന്നതിനിടയിലാണ് അതിഥി തൊഴിലാളിയായിട്ടുള്ള ഒരു വ്യക്തി ആ സ്ഥലത്തേക്ക് എത്തുന്നത്. ഒഡീഷ സ്വദേശിയായിട്ടുള്ള കിരൺ സിംഗു എന്ന് പറയുന്ന വ്യക്തിയാണ്. ഉടൻ തന്നെ ഈ പെൺകുട്ടിയെ കയറി പിടിക്കുകയും പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തുകയും ഒക്കെയാണ് ഉണ്ടായത്. പെൺകുട്ടിയെ ബഹളം വെച്ചതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ കൈവശം ഫോൺ ഉണ്ടായിരുന്നു, മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ പെൺകുട്ടിയുടെ ബഹളം ഉൾപ്പെടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ മറുവശത്ത് നിന്ന് കേൾക്കുകയും ചെയ്തു. അപ്പോൾ അവർ സ്വാഭാവികമായും മാടായിപ്പാറയിലേക്ക് പെൺകുട്ടിയുടെ നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെ എത്തുകയായിരുന്നു. അപ്പോൾ ഈ ബഹളം കേട്ട് മറ്റ് സുഹൃത്തുക്കൾ അവിടത്തേക്ക് ഓടിക്കൂടി എത്തി. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരുമൊക്കെ ഈ പറയുന്ന കിരൺ സിംഗു എന്ന് പറയുന്ന ഒഡീഷ സ്വദേശിയെ പിടികൂടി പിന്നീട് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവം നടന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് എത്തി ഈ കിരൺ സിംഗുവിനെ കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി. നിലവിലിപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലാണ് ഈ കിരൺ സിംഗു ഉള്ളത്. എന്തായാലും ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം ഒരു പെൺകുട്ടിക്ക് പട്ടാപ്പകൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ, അതും പരസ്യമായി തുറസായ ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഒരു അതിഥി തൊഴിലാളിയാണ് കേരളത്തിലേക്ക് എത്തി, അതും ഈ പറയുന്ന രീതിയിൽ ഒരു പരസ്യമായി. മാടായിപ്പാറ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വളരെ വിശാലമായ രീതിയിൽ എങ്ങോട്ട് നോക്കിയാലും ആളുകൾ കാണുന്ന ഒരു പരിസര പ്രദേശം കൂടിയാണ് ആ മാടായിപ്പാറ. അവിടെ വെച്ചാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. പരസ്യമായി പട്ടാപ്പകൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ വേറെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഈ കിരൺ സിംഗുവിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. നിലവിലിപ്പോൾ റിമാൻഡിലാണ് ഈ കിരൺ സിംഗു ഉള്ളത്. ആര്യ. യെസ്, അർജുൻ കല്യാടാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പൊതുസ്ഥലത്ത് പട്ടാപ്പകൽ ഒരു വിദ്യാർത്ഥിനിക്ക് നേരെ അതിക്രമം നടന്നു എന്ന് പറയുന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്.